ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്നാ വാ കേറ്. രണ്ടുപേരും കേറ്. എന്റെ സുഹൃത്ത് അബൂബക്കറിന്റെ മകനാണ്. അവന്റെ പേര് കേട്ടപ്പോ നിങ്ങളിലുണ്ടായ ഭാവവ്യത്യാസങ്ങളിൽ നിന്നും അവനെ നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്ക് മനസ്സിലായി. അതറിയുന്നോണ്ടല്ല, ഇവരുടെ സ്ഥായിയായ ഭാവം ഇതാണ്. പുറത്തു നിന്ന് പരിചയമില്ലാത്ത ആരെന്ത് തിരക്കി വന്നാലും ഇവരുടെ മുഖത്ത് ഇങ്ങനെയുള്ള ഭാവങ്ങളൊക്കെ ഉണ്ടാവും, പ്രത്യേകിച്ച് പോലീസുകാർ. നിങ്ങൾ ശാരദയാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോ ഇതാരാ? അതെന്റെ ഭർത്താവാണ്, ഗോപാലകൃഷ്ണൻ. ഹലോ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ. ഞാൻ ഹമീദ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. സാർ, അകത്തേക്ക് ഇരിക്കാം. വേണമെന്നില്ല. ബൈ ദ ബൈ, ഞാൻ വന്നത് എന്റെ അന്വേഷണത്തിൽ നസീർ ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. അവനെ ഇപ്പൊ കാണാനില്ലെന്നും പറഞ്ഞ് അവന്റെ ബാപ്പ ഒരു കംപ്ലൈന്റ് തന്നിട്ടുണ്ട്. ഇതിൽ ഞങ്ങൾ എന്ത് ചെയ്യാനാണ് സാറേ? ഈ നസീർ എന്ന് പറഞ്ഞവനെ ഞങ്ങൾക്ക് അറിയാൻ കൂടി പാടില്ല. പിന്നെ എങ്ങനെയാ സാറേ അവൻ എവിടെയുണ്ടെന്ന് ഞങ്ങൾ പറയുന്നത്? സോറി, ഞാൻ പറഞ്ഞല്ലോ, ഒരു സംശയത്തിന്റെ പുറത്ത് ചോദിച്ചെന്നേ ഉള്ളൂ. അല്ലെങ്കിലും ഭൂമിക്ക് മുകളിലുള്ള കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റൂ. ഭൂമിക്ക് അടിയിലുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. എനിവേ, എന്തെങ്കിലും വിവരം കിട്ടിയ എന്നെ വിളിച്ചു പറയണം. ഓക്കെ? ഈ കാർഡിൽ എന്റെ ഫോൺ നമ്പറുണ്ട്. മകനെ കാണാൻ കൊതിക്കുന്ന മനസ്സുമായ ഒരാളുണ്ട്. അയാൾക്കൊരാശ്വാസ വാക്ക് കൊടുക്കാൻ എന്നോടൊപ്പം നിങ്ങളും ശ്രമിക്കുക. പിടിക്കുക. എന്നാ വരട്ടെ. അപ്പോ നസീർ ഇവിടെ വന്നിട്ടില്ല? ഇല്ല. പിന്നെ എന്നോടങ്ങനെ ആരാ പറഞ്ഞത്? ആരായിരിക്കും? നൂർജഹാനാണോ? then ഓക്കെ, വീണ്ടും കാണാം. ഗോപാലേട്ടാ, അയാൾക്ക് എന്തൊക്കെയോ സംശയം തോന്നിയിട്ടുണ്ട്. പറ, നിങ്ങൾ ആ ശരീരം എന്താ ചെയ്തത്? എനിക്കതറിയാതെ ഒരു സമാധാനം കിട്ടില്ല. എങ്കിൽ നീ തന്നെ വിളിച്ച് പറ, ഞാനാ കൊന്നതെന്ന്. ഗോപാലേട്ടാ, പതുക്കെ. ശവം പുഴയിൽ ചവിട്ടി താത്തിന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും കാട്ടിൽ കൊണ്ടുപോയി കെട്ടി തൂക്കിന്ന് പറ. പ്രശ്നം തീരുമല്ലോ. ഈശ്വര, എന്റെ ദേവി, ആലോചിച്ചിട്ട് എനിക്ക് ഒരു വഴി കാണുന്നില്ല.
വാടോ. മക്കളെ, എടാ മോനെ, അവര് നിന്നെ ഉപദ്രവിച്ചോ? ഹേയ്, അതിനുള്ള സമയമൊന്നും ശാലിനി കൊടുത്തില്ലല്ലോ. എടാ മക്കളെ, ഹേയ്, ഒന്നുമില്ല അച്ഛാ. എന്നാലും എന്നാ വാ, കേറ്. രണ്ടുപേരും കേറ്. ഡോ, അമ്മ പറഞ്ഞു കേട്ടില്ലേ? കേറ്. ഞാൻ കാരണം എന്റെ കുഞ്ഞ് സ്റ്റേഷനിൽ കയറേണ്ടി വന്നത്. എടാ മക്കളെ, ഞാൻ ചെയ്ത തെറ്റിന് ശിക്ഷയായിട്ട് നിനക്കായി പോലടാ. എടാ പൊറുക്കണടാ, ഈ അച്ഛൻ്റെ തെറ്റ് പൊറുക്കണ. അയ്യയ്യയ്യേ, എന്താ അച്ഛത് ഒരുമാതിരി കൊച്ചുകുട്ടികളെ പോലെ കരയണ? ഈ സ്റ്റേഷനിൽ കയറുന്ന എനിക്ക് വലിയ പുതിയ സംഭവം. ഞാൻ എത്ര പ്രാവശ്യം കയറിയിരിക്കണം വല്ല കേസുകളായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഇത് പക്ഷെ എടാ മക്കളെ, ഇത് ഞാൻ മൂലം കയറിയെന്ന് പറയുമ്പോ അതിലൂടെ അച്ഛന് സങ്കടമായത്. പിന്നെ എല്ലാരും കൂടെ അച്ഛനെ കുറ്റപ്പെടുത്തി കൂടെ ചെയ്തപ്പോഴേ അച്ഛനങ്ങ് തകർന്നു പോയടാ. എന്തോന്നച്ചാ, പോട്ടെ, അത് വിട്ടേക്ക്. ഞാൻ വന്നില്ലേ? വെറുതെ ഓരോ ചെറിയ കാര്യത്തിന് കരച്ചിലും പുഷിലൊക്കെ ആയിട്ട് പോടോ, ഒരുമാതിരി കുഞ്ഞു കുട്ടികളെ പോലെ. ആ, അമ്മയായിരിക്കില്ല അച്ഛനെ വെറുതെ ആവശ്യമില്ലാതെ വഴക്ക് പറഞ്ഞേ. ഇത് കണ്ട വെറുതെ കരഞ്ഞു പിഴിച്ച് തളർന്നു നിൽക്കുന്നേ, ഒരുമാതിരി LKG പിള്ളേരെ പോലെ. അല്ല, ഇതെന്തപ്പാ ആലോചിക്കണേ? അല്ല ഇനിയിപ്പോ വേറെന്തെങ്കിലും ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടോ? നോക്കണോ?